ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഡിഷായ വെജിറ്റേറിയൻസിൻ്റെയൊക്കെ ഇഷ്ടപ്പെട്ട ഗ്രിൽഡ് പനീറാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഒരു മുഴുവൻ വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് അത്യാവശ്യം വലിയപ്പമുള്ള വെളുത്തുള്ളിയാണ്, അപ്പോൾ അത് അല്ലികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുഴുവൻ വെളുത്തുള്ളിയുടെ അല്ലികളാണ്. പിന്നെ 30 ഗ്രാമോളം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്, വെളുത്ത എള്ള്. അതേപോലെ 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ആ ഒരു മസ്റ്റാർഡ് ഓയിൽ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം ഇതേപോലെ ഒന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. യെല്ലോ തന്നെ വേണമെന്നൊന്നുമില്ല, മുഴുവനും ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ മാത്രം എടുത്താലും മതിയാവും. കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ വൈറ്റ് പോർഷൻ നീക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അതേപോലെ ഞാനൊരു തക്കാളി കൂടി ഇതേ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫ്ലഷൊക്കെ നീക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതേപോലെ ഒരു സവാള ആദ്യം ഒന്ന് ഹാഫാക്കിയിട്ട് അതിനെ വീണ്ടും ഒന്നുകൂടി ഹാഫാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ എടുക്കുന്ന പനീർ ക്യൂബ്സ് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ പനീർ ക്യൂബ്സ് കുറച്ച് വലിപ്പത്തിലാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. 300 ഗ്രാം പനീറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ പിങ്ക് സോൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിൽ നിന്ന് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം ചുമന്ന മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മെയിൻ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബാക്കി വന്ന ആ ഗ്രൈൻഡ് മിക്സ്, പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും, ഞാനിവിടെ സാധാരണ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചാട്ട് മസാല, അതേപോലെ 1 ടീസ്പൂൺ തന്നെ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കെയർഫുള്ളായിരിക്കണം. പിന്നെ 1/4 കപ്പോളം തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു പനീറും വെജിറ്റബിൾസും കൂടി ഇതിലേക്കൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഒരു 1 ഹവറോളം വെയിറ്റ് ചെയ്യാം, ആ ഒരു മസാലയൊക്കെ പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ചെറിയ ക്യൂബ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മസാലയൊക്കെ നന്നായിട്ട് തന്നെ നമുക്കതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും. വലുതാണെങ്കിൽ നന്നായിട്ട് തന്നെ മസാല പുരട്ടിയതിന് ശേഷം കുറച്ച് നേരം തന്നെ വെയിറ്റ് ചെയ്യാം. ഇനി ഇപ്പോൾ ഒരു 1 ഹവറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു സ്ക്യൂവറിൽ വെജിറ്റബിൾസും പനീറും കൂടി ഒന്ന് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഗ്രിൽ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗ്രിൽ പാൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്താലും മതി. ഇതിപ്പം എൻ്റെ കയ്യിൽ ഗ്രില്ല് ചെയ്യുന്ന തവയുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെച്ചിട്ട് ഒന്നായതിന് ശേഷം തിരിച്ചു കൊടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ട് ഒന്ന് അത് എല്ലാ ഭാഗവും ഗ്രില്ലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കൂടുതൽ ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യരുത്, ഒന്ന് പുകഞ്ഞു വരുന്നതായിരിക്കും ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടാൻ നല്ലത്. അപ്പോൾ പനീറൊക്കെ അധികം വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ക്രഞ്ചി ആയിട്ട് കിട്ടിയാൽ മതി വെജിറ്റബിൾസും. അപ്പോൾ ഒന്നായതിന് ശേഷം തിരിച്ച് സൈഡൊക്കെ ഒന്ന് മാറ്റി, നല്ല ചൂടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നത്. ഫൈനലി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള
പനീർ ടിക്ക ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയാണ്, അതേസമയം നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഒരു മീൻ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ച് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.